കലഹം കലഹം എങ്ങനെയാണ് വരാം. അപ്പൊ തുടങ്ങാം അല്ലേ? അല്ല, KHDC ഫിറോസ് ഇക്ക അങ്ങനെ തന്നെ വിളിക്കാം. എന്തോ വരാൻ പോകുന്നെന്ന് എന്റെ മനസ്സ് പറയുന്നു. ആളൊരു കമന്റ് ഇട്ടല്ലോ, രേണുസുതിക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ രേണുസുതി ആ വീട് ഇങ്ങ് തിരിച്ചു തരാൻ. സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വല്ലേ? അതെ ഫിറോസെ ഇക്ക എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. താൻ എന്റെ പേരിൽ വീട് എഴുതി തന്നിട്ടുണ്ടോ? താൻ ഇല്ലല്ലോ. അതാണ് പോയിന്റ്. ചോദ്യം ന്യായം. എന്റെ മക്കളുടെ, അതായത് കൊല്ലം സുധിച്ചേട്ടന്റെ 2 ആമക്കളുടെ പേരിലാണ് വീട് എഴുതി കൊടുത്തത്. സമ്മതിച്ചേ? ആണല്ലോ. എനിക്കത് അറിഞ്ഞാ മതി. പിന്നെ ഞാൻ കല്യാണം കഴിച്ചില്ലെങ്കിലും തനിക്ക് എന്താണ്? ബേസിക്കലി മൊത്തത്തില് എല്ലാ കാര്യത്തിലും അല്പം നാണക്കുറവുള്ള പാർട്ടിയാ ഞാൻ. എന്നെ നാറ്റിക്കരുത്. നാറ്റിക്കില്ല. ആകെ നാറിയിരിക്കില്ല. പിന്നെന്തോ തന്നെ ഞാൻ കെട്ടാൻ പറഞ്ഞു, അല്ലെ താൻ എന്നെ കെട്ടാൻ ഞാൻ പറഞ്ഞു? ഇല്ലല്ലോ. പിന്നെ തനിക്ക് എന്താണ് പ്രശ്നം? തന്റെ കമന്റ് ഞാൻ കണ്ടല്ലോ. ഞാൻ എന്തിനാണ് തനിക്ക് വീട് തിരിച്ചു തരുന്നത്? ഇത് എവിടത്തെ ന്യായം? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഒരു കയ്യബദ്ധം, നാറ്റുകരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ, നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. താൻ അർഹതപ്പെട്ടതെന്ന് പറഞ്ഞല്ലേ കൊല്ലം സുധിന് 2 മക്കൾക്ക് കൊടുത്തത്? അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. വീട് താൻ എന്റെ പേര് രേണുസുതിക്ക് ഒരു വീട് താൻ എഴുതി തന്നു? ഇല്ലല്ലോ. പോയേ കയ്യിന്ന് പോയേ, പിന്നെയും പോയേ. ഇതൊരുമാതിരി വേലി കിടക്കുന്ന പാമ്പിനെ എടുത്ത് തോളത്ത് വെച്ച പോലെ ആയിപ്പോയത്. പിന്നെ എന്ത് കമന്റ് ആണോ താൻ ഇടുന്നത്? എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു. എന്ത് പോക്കൃത്തരവും പറയാനും ചെയ്യാനുള്ള ലൈസൻസ് ആയിട്ട് എടുക്കരുത്. അതെ, ഞാൻ കല്യാണം കഴിച്ചില്ല, അത് എന്റെ പേഴ്സണൽ കാര്യമാണ്. അത് മറ്റുള്ളവർ ഇടപെടേണ്ട കാര്യമില്ല. കേട്ടല്ലോ? അല്ല, ചെറ്റവർത്താനം പോരല്ലേ, മനസ്സിലായോ? ഇനി ഇത് ആവർത്തിക്കരുത്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു.